റോജി എം ജോൺ, എന്താണ് നിങ്ങൾക്ക് ബജറ്റിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിമർശനം? ധനമന്ത്രി പറയുന്നത് നാട് സാമ്പത്തികമായി പതുക്കെ കരകയറി വരുന്നുണ്ട്. കാരണം പ്രതിപക്ഷം പ്രധാനമായിട്ട് ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ആക്ഷേപവും ആരോപണവും ഒക്കെ ക്ഷേമ പെൻഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനോ ഒന്നും തികയാത്ത തരത്തിൽ, പറ്റാത്ത തരത്തിലുള്ള വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നമ്മൾ നീങ്ങുന്നു എന്നൊക്കെയാണ്. അങ്ങനെയൊന്നുമല്ല സാഹചര്യം. അതൊക്കെ മാനേജബിൾ ആണ്. മാത്രമല്ല, അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ചിലവ് നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷ സർക്കാരിനുണ്ട്. അതിനനുസൃതമായി പണം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ സർക്കാർ ഈ ബജറ്റിലൂടെ പങ്കുവെക്കുന്നുണ്ട്. മാത്രമല്ല, 2020 മുതലുള്ള നികുതി ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ടാക്സ് കളക്ഷന്റെ കാര്യത്തിൽ ഗണ്യമായ ഒരു പുരോഗതി ഈ സർക്കാരിന്, ഇടത് സർക്കാരിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു വലിയ വരുമാനത്തിലേക്ക് വലിയൊരു മുതൽക്കൂട്ടായി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു അവകാശവാദവും ധനമന്ത്രി ഇന്ന് ബജറ്റിലൂടെ നടത്തിയിട്ടുണ്ട്. എന്താണ് ഈ ബജറ്റിൽ പ്രതിപക്ഷം കാണുന്ന പ്രധാനപ്പെട്ട പോരായ്മ, ശ്രീ റോജി? കേരളത്തിൻ്റെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയുമായി വെച്ച് പരിശോധിക്കുമ്പോൾ യാതൊരു തരത്തിലുമുള്ള ദീർഘവീക്ഷണമോ അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനങ്ങളോ പദ്ധതികളോ ഇല്ലാത്ത ഒരു വളരെ വിരസമായിട്ടുള്ള ഒരു ഭരണഘടനാ ബാധ്യത ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നിർവഹിച്ചു. അത് കടമ നിർവഹിക്കുന്നത് പോലെ അദ്ദേഹം ഒരു ബഡ്ജറ്റ് പ്രസംഗം നടത്തി എന്ന് വേണം നമ്മളിതിനെ കാണാനായിട്ട്. ഇതിനെ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ നമുക്കതൊരു വിഴിഞ്ഞം കൊല്ലം ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ബഡ്ജറ്റ് പ്രസംഗം എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ കവർ പേജ് എന്ന് പറയുന്നത് വിഴിഞ്ഞത്ത് ഒരു ചരക്ക് കപ്പലിൻ്റെ ചിത്രമാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു അവിടെ ഉമ്മൻചാണ്ടിയുടെ ചിത്രം അടിക്കുന്നതായിരുന്നു കുറെ കൂടി നല്ലത്. കാരണം കടൽ കൊള്ള, അതുപോലെ തന്നെ 5000 കോടിയുടെ പദ്ധതിയിൽ 6000 കോടിയുടെ അഴിമതി എന്നൊക്കെ പറഞ്ഞ് വലിയ വിമർശനങ്ങളും സമരവും ഒക്കെ നടത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 9-10 വർഷം അധികാരത്തിൽ വരുന്ന അതിൻ്റെ 9ാമത്തെ വർഷം അവസാന ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ സ്വന്തമായിട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെ ചിത്രം പോലും അവർക്ക് ബഡ്ജറ്റിൻ്റെ കവർ പേജിൽ അടിക്കാൻ ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ അവർക്ക് ഉണ്ടായിരുന്നത് അവർ ദീർഘകാലം സമരം ചെയ്ത് മുടക്കാൻ ശ്രമിച്ച വിഴിഞ്ഞം പദ്ധതിയുടെ ഒരു ചിത്രം മാത്രമാണ് ഈ ബഡ്ജറ്റിൻ്റെ കവർ പേജിൽ അടിക്കാനുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ ഈ സർക്കാരിൻ്റെ പാപ്പരത്വം അല്ലെങ്കിൽ ഇവരുടെ പദ്ധതികളുടെ പരാജയം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കവർ പേജ് നോക്കി നമ്മൾ ഒരു ബജറ്റിനെ വിലയിരുത്തേണ്ടത് ആവശ്യമുണ്ടോ, ശ്രീ റോജി എം ജോൺ? കാരണം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്ന കാര്യത്തില്. അതായത് ഒറ്റ കാര്യം, ധനമന്ത്രി ഈ കാര്യങ്ങളൊക്കെ, അതായത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കൊക്കെ ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇതാണ്: ബജറ്റ് എന്ന് പറഞ്ഞാൽ കണക്കുകളാണ്. അത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല, അതൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് കണക്കുകൾ ഒളിച്ചു വെക്കാനാകില്ല, വസ്തുതകളാണ് ഈ ബജറ്റിലൂടെ പറയുന്നത് എന്നാണ്. അപ്പോൾ പിന്നെ ഇതൊരു പൊള്ളയായ ബജറ്റാണ്, ഇതൊരു കൺകെട്ട് വിദ്യയാണെന്നൊക്കെ പ്രതിപക്ഷം ആരോപിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അപ്പം ഞാനിനി അതിൻ്റെ അകത്തേക്ക് വരാം, കണക്കുകളിലേക്ക് വരാം. ഈ ബജറ്റിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഞെരുക്കുന്ന രൂക്ഷമായ ധനപ്രതിസന്ധിയുടെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് ധനമന്ത്രി പറയുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയൊന്നുമില്ല, അതെല്ലാം അതിജീവിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ചില കണക്കുകൾ നമുക്ക് പരിശോധിക്കാം. താങ്കൾ കണക്കുകളെ കുറിച്ചാണല്ലോ സൂചിപ്പിച്ചത്. കഴിഞ്ഞ വർഷത്തെ ആ ബഡ്ജറ്റ് നമ്മൾ നിയമസഭ ഇതുപോലെ തന്നെ അവതരിപ്പിക്കപ്പെട്ടു. നിയമസഭയിൽ ചർച്ച ചെയ്തു, ഓരോ വകുപ്പ് തിരിച്ച് ഡിമാൻഡ് ഡിസ്കഷൻ ഉണ്ടായി. നിയമസഭ പാസ്സാക്കിയ ബഡ്ജറ്റിൽ ഓരോ വകുപ്പുകളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കൃഷി വകുപ്പിൽ വെട്ടിയത് 230 കോടി എന്ന് വെച്ചാൽ കൃഷി വകുപ്പിന് വേണ്ടി അനുവദിക്കപ്പെട്ട ബഡ്ജറ്റിൽ പാസ്സാക്കിയ പദ്ധതി വിഹിതത്തിൻ്റെ 44.5% ഈ സർക്കാർ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ വെട്ടിച്ചുരുക്കി. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിച്ചുരുക്കി. ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അടക്കം, മദർ തെരേസ സ്കോളർഷിപ്പ് അടക്കം, APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് അടക്കം ന്യൂനപക്ഷങ്ങൾക്ക് നൽകി വന്നിരുന്ന സ്കോളർഷിപ്പുകളെല്ലാം പാതി വെട്ടിച്ചുരുക്കി. പട്ടികജാതി വിഭാഗങ്ങൾ, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പരിഗണന അർഹിക്കുന്ന, സമൂഹത്തിൽ ഏറ്റവും താഴെക്കടയിൽ കിടക്കുന്ന പട്ടികജാതി വിഭാഗങ്ങൾക്ക് അവർക്ക് കഴിഞ്ഞ ബഡ്ജറ്റിൽ പദ്ധതിയിൽ വകയിരുത്തിയ 1370 കോടി രൂപയിൽ, മൊത്തം 1370 കോടി രൂപയിൽ 500 കോടി രൂപ വെട്ടിച്ചുരുക്കി എന്ന വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് 24 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. അതിൽ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി വിഭാഗങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള 300 കോടി രൂപയിൽ 120 കോടി രൂപ വെട്ടി. ലക്ഷം വീട് പദ്ധതിയുടെ വിഹിതം വെട്ടിക്കുറച്ചു. എന്ന് പറഞ്ഞാൽ പട്ടികജാതി കർഷകരുടെയും ന്യൂനപക്ഷങ്ങളുടെയും പട്ടികജാതി വിഭാഗങ്ങളുടെ ഉൾപ്പെടെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളുടെ വിഹിതം 50% കണ്ടു വെട്ടിക്കുറച്ച ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ
എന്ത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ധനകാര്യമന്ത്രി പറയുന്നത് ഞങ്ങൾ ഇവിടെ വലിയ പ്രവർത്തനങ്ങൾ നടത്തി, ഞങ്ങൾ വലിയ വികസനം നടത്തി എന്ന് പറയുന്നത്? ഇതാണോ ഇടതുപക്ഷ സർക്കാർ? ഈ പട്ടികജാതി വിഭാഗങ്ങളുടെയും കർഷകന്റെയും ന്യൂനപക്ഷങ്ങളുടെയും ഒക്കെ വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന ഒരു സർക്കാരാണോ കേരളത്തിലെ ഇടതുപക്ഷ ബദൽ എന്ന് പറയുന്നത്? കഴിഞ്ഞ ബഡ്ജറ്റിൽ KN ബാലഗോപാൽ പറഞ്ഞു ഞങ്ങളുടെ മുമ്പിൽ ഒരു പ്ലാൻ ബി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പ്ലാൻ ബി എന്താണ് എന്ന് നമ്മളെല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്ലാൻ വെട്ടിക്കുച്ചുരുക്കുന്നതാണ് പ്ലാൻ ബി എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമ വാർത്തകളിലൂടെ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഇവിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഓരോ വകുപ്പിൻ്റെയും ഇതിൻ്റെ എക്സ്പെൻഡിച്ചർ എടുത്ത് പരിശോധിക്കാം. നമ്മൾ വിവിധ വകുപ്പുകളുടെ എക്സ്പെൻഡിച്ചർ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച എന്താണെന്നറിയോ? പദ്ധതി ചെലവ് എന്ന് പറയുന്നത് കേവലം കഴിഞ്ഞ വർഷത്തെ പദ്ധതി ചെലവ് ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ പദ്ധതി ചെലവ് ശരാശരി 40% മുതൽ 45% വരെ മാത്രമാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പരിശോധിക്കുമ്പോൾ. കൃഷിയിൽ 42%, അതുപോലെ തന്നെ LSGD അതായത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 43%, എനർജിയിൽ കേവലം 10% താഴെ, ഇൻഡസ്ട്രിയിൽ 29%. എന്ന് വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പദ്ധതി ചിലവ് എന്ന് പറയുന്നത്, അതായത് യഥാർത്ഥത്തിൽ ചിലവഴിക്കുന്ന തുക എന്ന് പറയുന്നത് ഈ പ്രഖ്യാപിക്കുന്നതിൽ നിന്നും 50% വെട്ടിച്ചുരുക്കുന്നു. ഇനി അല്ലാത്തത് തന്നെ 45% താഴെയാണ് ഇത് നിർവഹിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് കേവലം പ്രഹസനമായി മാറിയിട്ടുള്ള. ശരി റോജി, നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇപ്പോൾ റോജി പറഞ്ഞ ഈ പ്രശ്നം, അതായത് പദ്ധതി വിഹിതം വെട്ടിച്ചുരുക്കുന്നത് അടക്കമുള്ള സർക്കാരിന്റെ ഇടപെടലുകൾ സംബന്ധിച്ച കാര്യങ്ങൾ, റോജി, ഞാൻ ശ്രീ KN ബാലഗോപാലുമായി സംസാരിച്ചപ്പോൾ താങ്കൾ ഈ പറഞ്ഞ വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ഒരു എക്സ്പെക്ടേഷൻ ആണല്ലോ, നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാകും, കാരണം 1160 കോടി രൂപ ലൈഫ് മിഷനിലേക്ക് മാറ്റുന്നു, 774 കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുന്നു. അങ്ങനെ ഈ നീക്കിയിരിപ്പുകളൊക്കെ കൂടുതൽ കാര്യക്ഷമമായി ഇടപെടൽ നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ സർക്കാർ നടത്തുന്ന ഇടപെടലുകളാണെന്ന് അദ്ദേഹം പറഞ്ഞു.